നമസ്കാരം. ഇന്നത്തെ ചരിത്ര വിവരണത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രളയചരിത്രം. അതിജീവനത്തിന്റെ ഗാഥ. കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ജലസമൃദ്ധിയുമായി എപ്പോഴും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. സഹ്യപുത്രനായ പെരിയാറും ഭാരതപ്പുഴയും പമ്പയുമെല്ലാം കേരളത്തിന്റെ ജീവനാഡികളാണ്. എന്നാൽ പ്രകൃതി പലപ്പോഴും അതിന്റെ കഠിനമായ മുഖം പ്രളയങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒന്നാമത്തെ പ്രളയം 1924-ലേതാണ്. കൊല്ലവർഷം 1999-ൽ നടന്നതുകൊണ്ട് സാധാരണക്കാരിതിനെ 99-ലെ പ്രളയം എന്ന് വിളിക്കുന്നു. 3 ആഴ്ചയോളം നീണ്ടുനിന്ന അതിശക്തമായ മഴയിൽ കേരളം മുങ്ങിപ്പോയി. മൂന്നാർ പോലുള്ള മലയോര മേഖലകൾ അന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. അന്നത്തെ കുണ്ടള വാലി റെയിൽവേ സംവിധാനവും തേയിലത്തോട്ടങ്ങളും കനത്ത മഴയിൽ നശിച്ചു. പെരിയാർ കരകവിഞ്ഞൊഴുകി എറണാകുളം നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. പഴയ തലമുറയിലെ ആളുകൾ ഇന്നും ഭീതിയോടെയാണ് ആ ദിനങ്ങളെ ഓർക്കുന്നത്. വലിയ വീടുകളും മരങ്ങളും കന്നുകാലികളും അന്ന് കുത്തൊഴുക്കിൽപ്പെട്ടുപോയി. അതൊരു വലിയ ചരിത്രപരമായ അടയാളപ്പെടുത്തലായിരുന്നു. ദശകങ്ങൾക്കു ശേഷം ആധുനിക കേരളം കണ്ട മറ്റൊരു മഹാപ്രളയം 2018-ലേതാണ്. ഓഗസ്റ്റ് മാസത്തിൽ പെയ്ത അവിശ്രമമായ മഴയും ഒരേ സമയം ഡാമുകൾ തുറന്നുവിടേണ്ടി വന്ന സാഹചര്യം കേരളത്തെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചു. 13 ജില്ലകളെയും പ്രളയം ബാധിച്ചു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് കേരളത്തിന്റെ ഉദാത്തമായ ഐക്യം ലോകം കണ്ടത്. സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്തു പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ബോട്ടുകളുമായി ഓരോ ഇടവഴികളിലുമെത്തി ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പിന്നീട് 2019-ലും 2020-ലും സമാനമായ പ്രളയ സാഹചര്യങ്ങളുണ്ടായെങ്കിലും 2018-ലെ അനുഭവം നമ്മെ കൂടുതൽ ജാഗരൂകരാക്കിയിരുന്നു. വടക്കൻ കേരളത്തിലെ കവളപ്പാറയിലും പുത്തുമലയിലുമുണ്ടായ വലിയ ഉരുൾപൊട്ടലുകൾ പ്രകൃതി നൽകിയ വലിയ മുന്നറിയിപ്പുകളായിരുന്നു. ശാസ്ത്രീയമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും പശ്ചിമഘട്ടത്തിലെ വനനശീകരണവുമാണ് ഇത്തരം ദുരന്തങ്ങളുടെ ആക്കം കൂട്ടുന്നത് എന്നാണ്. ഓരോ പ്രളയവും നമ്മെ പഠിപ്പിക്കുന്നത് അതിജീവനത്തിന്റെയും ഒരുമയുടെയും പാഠങ്ങളാണ്. വെള്ളപ്പൊക്കത്തെ നേരിടാൻ ഇപ്പോൾ നാം കൂടുതൽ സജ്ജരായി കഴിഞ്ഞു. ഡാമുകളുടെ ശാസ്ത്രീയമായ വിനിയോഗവും കൃത്യമായ പ്രളയ മുന്നറിയിപ്പ് സംവിധാനങ്ങളും നമ്മെ സഹായിക്കുന്നുണ്ട്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടു മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന വലിയ പാഠമാണ് ഓരോ ചരിത്ര സംഭവവും നമുക്ക് നൽകുന്നത്. ഈ മണ്ണ് നമ്മുടെ കരുതലാണ്, നമ്മുടെ ജീവനാണ്. വരും തലമുറയ്ക്കായി പ്രകൃതിയെ നോവിക്കാതെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കേരളം വീണ്ടും പച്ചപ്പണിഞ്ഞു മുന്നോട്ടു പോകുമ്പോൾ കഴിഞ്ഞകാല പ്രളയങ്ങളുടെ ഓർമ്മകൾ ഒരു ജാഗ്രതയായി കൂടെയുണ്ടാകണം. ചരിത്രപരമായ പ്രാധാന്യം. ഈ വിവരണം കേരളം നേരിട്ട ചരിത്രപരമായ പ്രളയങ്ങളെയും അതിലൂടെ രൂപപ്പെട്ട ജനകീയ ഐക്യത്തെയും കുറിച്ച് ലളിതമായി വിശദീകരിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ ഇത് സഹായിക്കും.